സാമുദായിക സ്വത്വവാദങ്ങളും ജാതിചിന്തയും മറ്റും കേരളത്തിൽ മുൻപില്ലാത്ത വിധം ശക്തി പ്രാപിച്ചു വരികയാണ്. നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തെപ്പോലും തലകീഴായി മറിക്കുന്ന രീതിയിലാണ് അവ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പുതിയ തെളിവുകളാണ് പുതിയ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലും സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തത്തക്ക രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണമെന്ന വാദഗതിയുമായി ഓരോ സമുദായ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത് വാസ്തവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏറ്റവും നമ്മയെല്ലാം അമ്പരപ്പിക്കുന്നൊരു വസ്തുത ശിവഗിരിയിൽ നിന്ന് തന്നെ അങ്ങനൊരു ആവശ്യം ഉയർന്നിരിക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ നാരായണ ഗുരു ഏതെല്ലാം ആദർശങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊണ്ടത്, ഏതെല്ലാം ആദർശങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണോ അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റായിട്ട് കേരള ചരിത്രത്തിൽ പ്രവർത്തിച്ചത്, അതിനെല്ലാം വിരുദ്ധമായ രീതിയിലാണ് അത്തരമൊരു ആശയം ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ജാതി നശിക്കണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനാണ് നാരായണ ഗുരു. ഒരുപക്ഷെ നാരായണ ഗുരു മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജാതി നശിക്കണം, ജാതി നിർമൂലനം ചെയ്യണമെന്ന് പറഞ്ഞത് ഡോക്ടർ അംബേദ്കറാണ്. ഉത്തരേന്ത്യൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ജാതി ഇന്ത്യൻ വ്യവസ്ഥയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നിർമൂലനം ചെയ്യണം, എന്നുവെച്ചാൽ വേരോടെ പിഴുതെറിയണം. പക്ഷെ ഗുരു പറഞ്ഞ ജാതി നശിക്കണം. ജാതി നശിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജാതീയമായിട്ടുള്ള എല്ലാ പരിഗണനകളും, എല്ലാ പരിശുദ്ധിവാദങ്ങളും, എല്ലാ സാമുദായികവാദങ്ങളും നശിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത്. ആ ഒരു ജാതി എന്ന് പറയുന്നത് ഏതെങ്കിലും സാമുദായിക ജാതിയെ കുറിക്കുന്ന പദമല്ല, മനുഷ്യജാതി എന്നതാണ് അദ്ദേഹം അതിന് കൊടുക്കുന്ന നിർവചനം. മനുഷ്യജാതി എന്ന് പറയുന്നത് ജന്തുജാതി പോലെ മനുഷ്യനും ഒരു ജന്തുജാതി മാത്രമാണ്, ഉണർന്നു പെറും ഒരു ഇനം എന്നാണ് അദ്ദേഹം ജാതിയെ നിർവചിക്കുന്നത്. ഉണർന്നു പെറുന്ന മനുഷ്യർക്ക് ഒരു ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി എന്നൊരു ജാതി മാത്രമേ ഉള്ളൂ. മറ്റു ജാതികളൊക്കെ വെറും കെട്ടുകഥകളാണ്. അതുകൊണ്ട് അവയൊക്കെ നശിച്ചു പോകണം. അപ്പോൾ ജാതി നശിച്ചു പോകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജാതിപരമായ എല്ലാ ചിന്തകളും നശിക്കണം, ജാതിപരമായ എല്ലാ സ്വത്വവാദങ്ങളും നശിക്കണം, ജാതിപരമായ രാഷ്ട്രീയ നിലപാടുകൾ നശിക്കണം. അതൊന്നും പാടില്ല. അതൊക്കെ കേരളത്തിൻ്റെ ജീവിതത്തെ അലസോരപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് ഗുരു വാസ്തവത്തിൽ അവതരിപ്പിച്ചത്. അപ്പോൾ 1888 അരുവിപ്പുറത്ത് ക്ഷേത്രം സ്ഥാപിച്ചത് കൊണ്ട് അദ്ദേഹം അവിടെ എഴുതി വെച്ചത് വേദമന്ത്രങ്ങളോ നാമജപങ്ങളോ ഒന്നുമല്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നാണ് എഴുതി വെച്ചത്. അതായത് ആ ക്ഷേത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തെ നവീകരിക്കാൻ വേണ്ടിയോ ആളുകളെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ മതകൂട്ടായ്മയ്ക്ക് വേണ്ടിയല്ല. എല്ലാ ആളുകളും, എല്ലാ ജാതികളും, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾ, അന്ന് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരുന്ന താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വന്നു ചേരാനുള്ള, സഹോദരത്വേന വന്നു ചേരാനുള്ള, ജാതിഭേദം മതദ്വേഷം മറ്റു മതക്കാർക്കും വരാം, മറ്റു മതക്കാർക്കും മറ്റു ജാതിക്കാർക്കും യാതൊരു ഭേദചിന്തയും കൂടാതെ വന്നിരിക്കാനുള്ള ഒരിടം, ഒരു പൊതു ഇടം. അങ്ങനൊരു പൊതു ഇടം നിർമ്മിക്കുകയാണ് വാസ്തവത്തിൽ ഗുരു അരിപ്പുറത്തെ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ നിർവഹിച്ചത്. അതുകൊണ്ട് ആ ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് അന്നത്തെ ജാതി വ്യവസ്ഥയിലുള്ള ഒരു ഇടപെടലായിരുന്നു. ഗുരു വെറുതെ ഇങ്ങനെ ആത്മീയമായിട്ട് കുറേ ശിഷ്യന്മാരെ വിളിച്ചിരുത്തി ആത്മീയ ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭജന പാടിക്കാൻ വേണ്ടി അല്ല ക്ഷേത്രം സ്ഥാപിച്ചത്. നേരെ മറിച്ച് അന്ന് നിലനിന്നിരുന്ന അയിത്താചാരപൂർണമായ നമ്മുടെ കേരളീയ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ജാതിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം, സമരം ആരംഭിക്കുകയാണ് ഗുരു ചെയ്തത്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ഏതാണ്ട് കണ്ണൂർ, തലശ്ശേരി പ്രദേശങ്ങൾ വരെയുള്ള എല്ലാ പ്രദേശത്തും അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഈ ക്ഷേത്ര സ്ഥാപനങ്ങളിലെല്ലാം അദ്ദേഹം നിർദ്ദേശിച്ചത് എല്ലാ വിഭാഗക്കാരെയും, എല്ലാ ജാതി മതസ്ഥരെയും പ്രവേശിപ്പിക്കണമെന്നാണ്. അങ്ങനെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. അന്ന് ക്ഷേത്രങ്ങളെന്ന് പറയുന്നൊരു പൊതു ഇടമായിരുന്നു.
സാധാരണ ജനങ്ങൾക്ക് ഒന്നിച്ചു ചേരാൻ പറ്റുന്ന പൊതു ഇടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേരളത്തിലുടമുള്ള ഒരു പൊതു ഇടം നിർമ്മിക്കുകയാണ് വാസ്തവത്തിൽ ഗുരു ചെയ്തത്. ജാതി വിമുക്തമായ മതനിരപേക്ഷമായ ഒരു പൊതു ഇടത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഈ ക്ഷേത്രങ്ങൾ വാസ്തവത്തിൽ താൻ വിചാരിച്ച രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ജാതിപരമായ അയിത്തം, വിവേചനം താൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലേക്കും ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് പിന്നീട് ഗുരു ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1916 അദ്ദേഹം പറയുന്നു, 16-17 കാലഘട്ടത്തിൽ അതിന് ക്ഷേത്രങ്ങൾ വേണ്ട. കാരണം അദ്ദേഹം ഒരു അറിയിപ്പിൽ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, താൻ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് ജാതി മതഭേദം കൂടാതെ എല്ലാവർക്കും പ്രവേശിക്കാനും വന്നിരിക്കാനുമുള്ള ഒരിടം എന്ന രീതിയിലാണ്. ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ ക്ഷേത്ര സ്ഥാപനത്തിലൂടെ കഴിയാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ക്ഷേത്രങ്ങൾ ആവശ്യമില്ല. ഇനി വേണ്ടത് ലൈബ്രറികളാണ്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ് വേണ്ടത്, അവർക്ക് അറിവ് നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ജനങ്ങളെ അറിവിലേക്ക് നയിച്ചിട്ട് അങ്ങനെ അറിയുന്ന ഒരു ജനത, ഒരു ജ്ഞാന സമൂഹം. വാസ്തവത്തിൽ കേരളത്തെ ഒരു ജ്ഞാന സമൂഹമായിട്ട് ആദ്യം സങ്കല്പിച്ചതിന് ഗുരുവാണ്. ജനങ്ങൾക്ക് ഇനി ഉണ്ടാകേണ്ടത് ഭക്തിയോ അല്ലെങ്കിൽ ആരാധനാപരമായ ഒത്തൊരുമയോ അല്ല വേണ്ടത്, അറിവാണ്. അറിവുള്ള ജനങ്ങളുടെ ഒരു കൂട്ടമായി കേരളീയ സമൂഹം മാറണം. അങ്ങനെ കേരളം ഒരു ജ്ഞാന സമൂഹമായി മാറണം എന്നുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ലൈബ്രറികൾ സ്ഥാപിക്കാൻ നോക്കുക. ലൈബ്രറികൾ എന്ന് പറയുന്ന സങ്കല്പം അന്ന് വന്നിട്ടില്ല. അങ്ങനെ വായനശാലകൾ സ്ഥാപിക്കാനും വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനും വേണ്ടിയാണ് പിന്നീട് ഗുരു നിർദ്ദേശങ്ങൾ നൽകുന്നത്. അങ്ങനെ ക്ഷേത്രം വിട്ടിറങ്ങുകയാണ്. താനിനി ക്ഷേത്ര നിർമ്മാണത്തിനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ക്ഷേത്രം വിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇന്ന് ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി നടക്കുകയാണ്. ശബരിമലയിൽ കയറാനും മറ്റ് ക്ഷേത്രങ്ങളിൽ കയറാനും വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കോടതി വരെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗുരു നേരെ മറിച്ച് ക്ഷേത്രങ്ങൾ വിട്ടിറങ്ങുകയാണ് ചെയ്തത്. ക്ഷേത്രം വിട്ടിറങ്ങിയിട്ട് വിദ്യാലയങ്ങൾ സ്ഥാപനത്തിലേക്ക്, സാങ്കേതിക വിദ്യയുടെ സ്ഥാപനത്തിലേക്ക്, വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലേക്കൊക്കെയാണ് ഗുരു നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ ഗുരുവിനോടൊപ്പം എത്താൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഈ രീതിയിലാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ മാത്രമല്ല, ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച കാലത്ത് അദ്ദേഹം സ്തോത്രകൃതികൾ എഴുതിയിരുന്നു. സുബ്രഹ്മണ്യനെ കുറിച്ചും കാളിയെക്കുറിച്ചും ഒക്കെ സ്തോത്രകൃതികൾ എഴുതിയിരുന്നു. പിന്നീട് സ്തോത്രകൃതി എഴുതണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ആത്മോപദേശ ശതകമൊക്കെ എഴുതുന്നത്. പിന്നീട് സ്തോത്രകൃതികൾ എടുത്തു നിർത്തുകയും ക്ഷേത്ര നിർമ്മാണം നിർത്തുകയും അദ്ദേഹം പിന്നീട് ജനങ്ങളെ കൂടുതൽ ഈ ജാതി വിമുക്തമാക്കുന്നതിലേക്ക് വേണ്ടി, ജാതി ഇല്ലാത്തൊരു സമൂഹമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പിന്നീട് ശ്രമിക്കുന്നത്. 1905 SNDP യോഗം രൂപീകരിക്കുമ്പോൾ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് SNDP യോഗം രൂപീകരിക്കുന്നത്. ഗുരുവിനെയാണ് അധ്യക്ഷനാക്കുന്നത്. ഗുരു അതിന് ആകുമ്പോൾ തന്നെ ഗുരു പറയുന്നുണ്ട്, ഈ യോഗത്തിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കണം. ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു സംഘടനയായിരിക്കണം SNDP യോഗം എന്ന് ഗുരു പറയുന്നുണ്ട്. പക്ഷെ അത് നടന്നില്ല. കാരണം അന്നത്തെ SNDP യോഗത്തിൻ്റെയും ക്ഷേത്ര ഭാരവാഹികളായിട്ട് വന്ന ആൾക്കാരും എല്ലാം തന്നെ സമ്പന്ന കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അന്ന് ഈഴവ സമൂഹത്തിൽ തന്നെ ഭൂപ്രഭുക്കളും വ്യവസായ പ്രമുഖരും കച്ചവടക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു സമ്പന്ന വിഭാഗം ഉണ്ടായിരുന്നു. കുമാരനാശാൻ പ്രജാസഭയിൽ പ്രസംഗിക്കുന്നുണ്ട്, ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ, തിരുവിതാംകൂർ സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിദ്യാലയത്തിൽ പ്രവേശനം വേണം, സഞ്ചാര സ്വാതന്ത്ര്യം വേണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തിരുവിതാംകൂർ സർക്കാരിൽ ഉദ്യോഗം ലഭിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രജാസഭയിൽ പ്രസംഗിക്കുന്നത്. ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ നികുതി കൊടുത്തിരുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഈ ഈഴവ സമൂഹത്തിലെ പ്രമാണിമാർ. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ക്ഷേത്രങ്ങൾ. ഈ പ്രമാണിമാരെ സംബന്ധിച്ചിടത്തോളം അവരും അയിത്തം അനുഭവിച്ചിരുന്നു. അവരോടും മറ്റുള്ള ഉയർന്ന ജാതിക്കാർ അയിത്തം കാണിച്ചിരുന്നു. വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ, തമ്മിൽ കെട്ടില്ലാത്തവർ, ഈ രീതിയിലുള്ള ഒരു അവസ്ഥയാണെന്ന് അവർക്കിടയിൽ നിലനിന്നിരുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് കാണിച്ചിരുന്ന അയിത്തം മാറണമെന്നല്ലാതെ അവർ താഴെത്തട്ടിലുള്ള അവർണരോട് കാണിച്ചിരുന്ന അയിത്തം മാറ്റാൻ അവർ തയ്യാറായില്ല. പ്രമാണിമാർക്ക് അവരുടെ മുകളിൽ തട്ടിലുള്ള പ്രമാണിമാർ കാണിച്ചിരുന്ന അയിത്തം മാറിക്കിട്ടണമെന്നല്ലാതെ ഈ പ്രമാണിമാർ താഴെത്തട്ടിലുള്ള ആളുകളോട് കാണിച്ചിരുന്ന അയിത്തം മാറ്റാൻ അവർ തയ്യാറായില്ല.
അതുകൊണ്ടാണ് ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ പോലും പുലയരെ പോലെയുള്ള ആളുകളെ പ്രവേശിപ്പിച്ചില്ല. അത് ഗുരുവിനെ വളരെ വളരെ വേദനിപ്പിച്ചു. അത് തലശ്ശേരിയിൽ തന്നെ പുലയരുമായിട്ട് പുലയ കുട്ടികളെയും കൊണ്ട് അദ്ദേഹം ക്ഷേത്രപ്രവേശനം നടത്തിയപ്പോൾ ക്ഷേത്രഭാരവാഹികൾ തടയുകയുണ്ടായി. അദ്ദേഹത്തിനെതിരെ ഗുരുവ് പറവൂർ തന്നെ ഗുരുവ് ഒരു ക്ഷേത്രത്തിൽ പുലയരെയും കൂട്ടിപ്പോയപ്പോൾ ഗുരുവിന് എതിരായിട്ട് കേസ് വരെ ഉണ്ടായി. അപ്പോൾ താൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ പോലും തൻ്റെ നിയന്ത്രണത്തിലുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും എതിർക്കുന്നു എന്നുള്ളത് ഗുരുവിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ഗുരുവിന് ക്ഷേത്രങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് ക്ഷേത്രം വിട്ടിറങ്ങുന്നത്. മാത്രമല്ല, ഇനി SNDP യോഗവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ്. 1917 ഡോക്ടർ പൽപ്പുവിന് എഴുതുന്നുണ്ട്, ഗുരു എഴുതുന്നുണ്ട്, താൻ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം ഈ യോഗവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. അതിന് പറഞ്ഞിരിക്കുന്ന കാരണം, അധ്യക്ഷനായ തന്നെ അറിയിക്കാതെ യോഗം കൂടുന്നു, യോഗ പരിപാടികൾ നടത്തുന്നു. മാത്രമല്ല, യോഗത്തിന് ജാത്യഭിമാനം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ യോഗവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയാണ്. ഇങ്ങനെ യോഗവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് അദ്ദേഹം വാസ്തവത്തിൽ പിന്നീട് ആലുവാശ്രമം സ്ഥാപിക്കുന്നത്. ആലുവാശ്രമം സ്ഥാപിക്കുന്നത് എല്ലാവരെയും, എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകൾക്കും പ്രവേശനം കൊടുക്കാൻ വേണ്ടിയാണ്. അവിടെ പുലയ കുട്ടികളെ പ്രവേശനം കൊടുത്ത് അദ്ദേഹം വിദ്യാഭ്യാസം നൽകുന്നു, മിശ്രഭോജനം നടത്തുന്നു. ഇതെല്ലാം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ നാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അയിത്ത കുട്ടികളുമായിട്ട് അവിടെ ഇരുന്ന് ഗുരു ഭക്ഷണം കഴിക്കുന്നതും അവിടെ വരുന്നവരെല്ലാം ഗുരു അവരോടൊപ്പം ഒന്നിച്ചിരുത്തിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇങ്ങനെ ജാതി നശിപ്പിക്കണമെന്നിങ്ങനെ പറയുക മാത്രമല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന നവോത്ഥാന നായകനാണ് നാരായണ ഗുരു. അദ്ദേഹം ജാതി നശിക്കണമെന്ന് പറയുമ്പോൾ ആ ജാതിയെ പിന്നെയും ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ ഗുരുവിനോട് ചെയ്യുന്ന, ഗുരു ദർശനത്തോട് ചെയ്യുന്ന ഒരു നന്ദികേടായിട്ടാണ് നമ്മൾ കേരളീയർ കാണേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉപേക്ഷിച്ചു പോയതാണ് വാസ്തവത്തിൽ ഇന്നത്തെ കേരളം ഈ അധോഗതിക്ക് പോകാൻ കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ജാതി നശിക്കണമെന്ന് പറയാൻ കാരണം? ജാതി എങ്ങനെ നശിക്കും? ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഇന്നും ശാപമായി നിൽക്കുന്നത് ജാതിയാണ്. നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ ഘടന എന്ന് പറയുന്നത് ജാതി അധിഷ്ഠിതമാണ്. അവിടുത്തെ സാമൂഹിക ജീവിതം പോലും, നമ്മുടെ സാമൂഹിക ജീവിതം ഉൾപ്പെടെ ഇന്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ജാതി അധിഷ്ഠിതമാണ്. അവിടെയാണ് ഗുരുവിൻ്റെ ജാതിയെക്കുറിച്ചുള്ള നിർവചനവും ജാതിക്കെതിരായിട്ടുള്ള ഗുരുവിൻ്റെ ചിന്തകളും പ്രസക്തമാകുന്നത്. പുണർന്ന് പെറും ഒരു ഇനമാണ് മനുഷ്യൻ ജനിക്കുന്നത് പുണർന്ന് പെറുന്നതിലൂടെയാണ്. അതുകൊണ്ട് ഒരു ജാതി, മനുഷ്യൻ എന്നൊരു ജാതി മാത്രമേ ഉള്ളൂ, മറ്റ് ജാതികളൊന്നും മനുഷ്യനില്ല എന്ന് ഗുരു പറയുമ്പോൾ പാരമ്പര്യമായി നിലനിന്ന് പോരുന്ന ചാതുർവർണ്ണയ വ്യവസ്ഥയെ തന്നെ ഗുരു നിരസിക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, ഊരുക്കളിൽ നിന്ന് വൈശ്യനും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും മറ്റ് ജാതികളും ജനിച്ചു എന്നുള്ള ആ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തെ നിരസിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. അങ്ങനെയല്ല മനുഷ്യൻ ജനിക്കുന്നത് വാസ്തവത്തിൽ അവൻ ഒരു ജന്തുജന്മമാണ് അവനുള്ളത്, ഒരു ജൈവജന്മമാണ്. അങ്ങനെ മനുഷ്യജന്മത്തെ ജൈവപരമായിട്ട് വ്യാഖ്യാനിക്കുകയും ജൈവതലത്തിൽ നിർത്തിക്കൊണ്ട് ജാതി ചിന്തയും വിവേചനവും എല്ലാം നിരർത്ഥകമാണ് എന്ന് പറയുകയാണ് ഗുരു ചെയ്തത്. അതുകൊണ്ട് ഗുരു നിരസിച്ച ജാതി, ഗുരു നശിക്കണമെന്ന് പറഞ്ഞ ജാതി, അതായത് നശിച്ചു പോകുന്ന ജാതി നശിക്കണമെന്നാണ് ഗുരുവിൻ്റെ ദൃഢമായ അഭിപ്രായം. ആ ഒരു ജാതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലെല്ലാം നമ്മുടെ ആൾക്കാർ പിന്നെയും തലപൊക്കി വരുന്നത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ സഹോദരത്വത്തെ നശിപ്പിക്കലാണ്. കാരണം ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്വേന വാഴുന്ന ഒരിടമാണ് കേരളം. അങ്ങനെ ഒരിടമായി കേരളം മാറണം എന്നാണ് ഗുരു നിർദ്ദേശിച്ചതെങ്കിൽ അതിന് വിപരീതമായി ജാതിഭേദ ചിന്തയും മതവിദ്വേഷവും എല്ലാം വളർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാഹോദര്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലേക്കുള്ള പോക്കാണ് രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള വലിയൊരു മൂവ്മെൻ്റായിട്ടാണ് വാസ്തവത്തിൽ ഇനി കേരളീയർ മുന്നോട്ട് പോകേണ്ടത്. എന്തുകൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത്? ജാതിക്കെതിരായിട്ട് നവോത്ഥാന നായകർ സംസാരിച്ചിട്ടും പ്രബോധനങ്ങൾ നടത്തിയിട്ടും അംബേദ്കർ പോലെയുള്ള ആളുകൾ ജാതി നിർമൂലനത്തിന് വാദിച്ചിട്ടും നാരായണ ഗുരു ജാതി നശിച്ചു പോകണം എന്ന് ദൃഢമായി പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും ജാതി എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അതിന് കാരണം ഇന്ത്യയിലെ ജാതി എന്ന് പറയുന്നത് മുൻപൊക്കെ തൊഴിലധിഷ്ഠിതമായിരുന്നു, കുലത്തൊഴിലധിഷ്ഠിതമായിരുന്നു. കുലത്തൊഴിൽ ഉൽപ്പന്നങ്ങളിലൂടെയാണ് ഉൽപ്പാദന മാതൃകയായിട്ട്, ഉൽപ്പാദന രീതിയായിട്ടാണ് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നത്.
ഓരോ ജാതിക്കും ഓരോ ഉൽപ്പാദന മേഖല വിധിച്ചിരുന്നു. ശാര്യൻ നെയ്യണം, കുശവൻ കുടമുണ്ടാക്കണം, അല്ലെങ്കിൽ വിശ്വകർമാക്കൾ മറ്റ് കെട്ടിടപ്പണി അതുപോലെ നിർമ്മാണാത്മക പണികൾ ചെയ്യണം, വൈശ്യൻ കച്ചവടം ചെയ്യണം, ശൂദ്രൻ പാദസേവ ചെയ്യണം, പഞ്ചമർ നെൽപ്പാടങ്ങളിലും മറ്റും പണിയെടുത്ത് കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, അതുപോലെ വൈശ്യർ കച്ചവടവും കൃഷിയും നടത്തണം. ഇങ്ങനെ ഓരോ ജാതിക്കും ഓരോ തൊഴിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചു കൊടുത്തിരുന്നു. ഈ തൊഴിൽ മാറി ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല. മനുസ്മൃതി പ്രകാരം തൊഴിൽ മാറി ചെയ്യാൻ പാടില്ല. അങ്ങനെ തൊഴിൽ മാറി ചെയ്യുന്നവനെ രാജാവ് ശിക്ഷിക്കണമെന്ന് വരെ മനുസ്മൃതി അനുശാസിക്കുന്നുണ്ട്. ഒരു തൊഴിൽ മാറ്റം എന്ന് പറയുന്നത് പ്രാചീന ഇന്ത്യയിൽ അനുവദനീയമായിരുന്നില്ല. അങ്ങനെ ഓരോ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങൾ, ഈ തൊഴിൽ കൂട്ടങ്ങൾ പിന്നീട് ജാതികളായി ഉറയ്ക്കുകയും ആചാരാനുഷ്ഠാനബദ്ധമായി തീരുകയും അത് പിന്നീട് ബന്ധങ്ങളിലേക്ക്, രക്തബന്ധങ്ങളിലേക്ക്, ലൈംഗിക ബന്ധങ്ങളിലൂടെയുള്ള ജാതി കുടുംബങ്ങളായി പരിണമിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് തൊഴിൽ മേഖല പഴയ തൊഴിൽ മേഖല തകർന്നു പോയെങ്കിലും പുതിയ ആധുനികതയിൽ എല്ലാവരും ഒരു മിശ്രിതമായിട്ട് ജീവിക്കുന്നൊരവസ്ഥയിൽ എത്തിയെങ്കിൽ പോലും ജാതി കുടുംബങ്ങൾ നിലനിൽക്കുകയാണ്. നമ്മുടെ ജാതി കുടുംബങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ജാതി എന്ന് പറയുന്നത്, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ ജാതിയിൽപ്പെട്ട സ്ത്രീയാണ്, എൻ്റെ മക്കൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ ജാതിയിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ ജാതി കുടുംബങ്ങളായിട്ടാണ് ഇന്ന് ജാതി നിലനിൽക്കുന്നത്. ഈ കുടുംബങ്ങൾക്കുള്ളിലാണ് ജാതി ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ വിശ്വാസങ്ങളും നിലനിൽക്കുന്നത്. ഓരോ ജാതിക്കും അവരുടേതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ, ഇങ്ങനെ പാരമ്പര്യം അല്ലെങ്കിൽ ഈ പാരമ്പര്യം എന്ന് നിലനിന്ന് പോരുന്നത് കുടുംബത്തിൻ്റെ ഉള്ളിലൂടെയാണ്. ഈ ജാതി കുടുംബങ്ങൾ ചേരുന്നതാണ് ഒരു സമുദായം, ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർക്കും പൊതുവായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി കൂട്ടിയേർക്കുന്ന തന്നെ ആ കമ്മ്യൂണിറ്റിക്കുള്ളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ കണക്ട് ചെയ്യപ്പെട്ട് കണ്ണിയേർക്കപ്പെട്ട് നിലനിന്ന് പോരുന്ന ജാതി കുടുംബങ്ങളും അവരുടെ കൂട്ടായ്മകളുമാണ് ഈ സമുദായങ്ങളായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉയർന്നു വന്നിരിക്കുന്ന മിഡിൽ ക്ലാസ്സിലൂടെ സാമുദായികവാദവും സാമുദായിക രാഷ്ട്രീയവും ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജാതി വ്യവസ്ഥ തകരണമെങ്കിൽ, നശിക്കണമെങ്കിൽ ഈ കുടുംബഘടന തകരണം. ഈ ഒരു കാഴ്ചപ്പാടും ഗുരുവാണ് അവതരിപ്പിച്ചത്. ജാതി ഘടന തകരണം. അതിനുവേണ്ടി ശിവഗിരിയിൽ ആദ്യമായിട്ട് മിശ്രവിവാഹം നടത്തുന്നത് ഗുരുവാണ്. സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം നടത്തിയതേ ഉള്ളൂ. താഴ്ന്ന ജാതിക്കാരെ എല്ലാം വിളിച്ച് അദ്ദേഹം പുലയരെയൊക്കെ വിളിച്ചെടുത്ത് മിശ്രഭോജനം നടത്തി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുലയൻ അയ്യപ്പൻ എന്നൊരു പേരിട്ട് വിളിച്ചു. ഉയർന്ന ജാതിക്കാരല്ല വിളിച്ചത്, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ അവഹേളിച്ചതും പുലയൻ അയ്യപ്പൻ എന്ന് പേരിട്ടതും അദ്ദേഹത്തെ ആക്ഷേപിച്ചതും അദ്ദേഹത്തിനെതിരായിട്ട് ഗുരുവിന് പരാതി കൊടുത്തതും. ഗുരു ആ പരാതിയെല്ലാം കേട്ടിട്ട് ഗുരു അയ്യപ്പനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഗുരു ജാതി നശിക്കണമെന്ന് ഗുരു പറയുമ്പോൾ ആ ജാതി നശിക്കാൻ ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് ഈ പറയുന്ന മിശ്രഭോജനത്തിലൂടെയും മിശ്രവിവാഹത്തിലൂടെയാണെന്ന് ഗുരു മനസ്സിലാക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗുരു ശിവഗിരിയിൽ ആദ്യമായിട്ട് മിശ്രവിവാഹം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ ഗുരു വാസ്തവത്തിൽ ഒരു ആക്ടിവിസ്റ്റായിരുന്നു. നവോത്ഥാന നായകൻ എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ച ആളാണ്. മാത്രമല്ല ഇന്ത്യയിൽ മറ്റ് സന്യാസിമാരിൽ കാണാൻ കഴിയാത്ത വലിയൊരു പ്രത്യേകത ഗുരുവിൽ കാണാം. ഗുരുവിൻ്റെ ശിഷ്യസംഘത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ സത്യവ്രതസ്വാമികൾ, അദ്ദേഹം ഒരു നായർ സമുദായ അംഗമായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അദ്ദേഹം. സത്യവ്രതസ്വാമികൾ അകാലത്തിൽ മരിച്ചുപോയതിൻ്റെ പേരിൽ അതങ്ങേയറ്റം ദുഃഖിച്ച ആളാണ് ഗുരു. അത് കഴിഞ്ഞിട്ട് MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, അങ്ങനെ വിവിധ ജാതി മതത്തിൽപ്പെട്ടവരെ തൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായി സ്വീകരിച്ച ഒരു ഗുരു. വാസ്തവത്തിൽ നാരായണ ഗുരുവിനെ പോലെ മറ്റൊരു സന്യാസി വര്യൻ ഇന്ത്യയിലില്ല. മാത്രമല്ല തൻ്റെ ആദർശങ്ങളോട് യോജിക്കാത്തവരെ പോലും തൻ്റെ ആശ്രമത്തിൽ പ്രവേശിപ്പിക്കുകയും തൻ്റെ ശിഷ്യഗണമായിട്ട് കണക്കാക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണം അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പനാകട്ടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറയുകയും ഗുരുവിൻ്റെ ദർശനത്തെ അപനിർമ്മിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്ത ആളാണ്. മാത്രമല്ല അദ്ദേഹം യുക്തിവാദിയായിരുന്നു. ഗുരു അദ്വൈതവാദിയായിരുന്നെങ്കിൽ, ആത്മീയ ദർശനത്തിൽ നിന്ന ആളാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ യുക്തിവാദിയായിരുന്നു. മാത്രമല്ല അയ്യപ്പൻ്റെ യുക്തിവാദി സംഘം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഗുരുവാണ്.
കാരണം ഈ ഒരു തികച്ചൊരു ജനാധിപത്യവാദിയായിരുന്നു ഗുരു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് ജനാധിപത്യവാദിയുടെ മനസ്സെന്ന് പറയുന്നത്. അത് പൂർണ്ണ രീതിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഗുരു. ഗുരു പറഞ്ഞത് അറിയാനും അറിയിക്കാനുമാണ്. നമ്മൾ ഇടപെടേണ്ടതും സംവദിക്കേണ്ടതും പെരുമാറേണ്ടതും കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയുക, നമ്മുടെ അഭിപ്രായങ്ങൾ അവരെ അറിയിക്കുക. എന്നിട്ട് പരസ്പരം അങ്ങനെയുള്ള ഒരു സാഹോദര്യം, പരസ്പരം അറിഞ്ഞും അറിയിച്ചുമുള്ള ഒരു ജീവിത രീതി, അതിലൂടെയുള്ളൊരു സാഹോദര്യം, ഇത്തരം ഒരു സാഹോദര്യത്തിൽ കൂടി മാത്രമേ ഒരു ജാതി ഒരു മതവും എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, എല്ലാ രീതിയിലുള്ള മതസ്വത്വവാദങ്ങൾക്കും ഗുരു എതിരായിരുന്നു. ഏതെങ്കിലും മതം ശരി എന്ന് പറയുന്നതിനോട് ഗുരുവിന് യോജിപ്പുണ്ടായിരുന്നില്ല. ഹിന്ദുമതമാണ് ശരിയെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് ഹിന്ദുമതം ഒരു മതം തന്നെ ഇല്ലല്ലോ, ഇന്ത്യയിൽ അങ്ങനെ ഒരു മതമില്ല. ഒരുപാട് ബുദ്ധമതം, ജൈനമതം, അതുപോലെ തന്നെ പിന്നെ സിഖ് മതം എല്ലാം ഉള്ള മതമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇതെല്ലാം ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ഹിന്ദുമതം എന്ന് വിളിക്കാമെങ്കിൽ ഹിന്ദു എന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ ഗുരു ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും ഒരു മതത്തിലൂടെ മാത്രമേ മനുഷ്യൻ്റെ ആത്മാവിനും ശാന്തി കിട്ടുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ മതത്തിലും മനുഷ്യൻ്റെ ആത്മാവിന് ശാന്തി നൽകുന്ന മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ഏത് മതവും സ്വീകരിക്കാം. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ് ഗുരു. അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ് ഗുരു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ഗുരു. അപ്പോൾ മതനിരപേക്ഷതയുടെയും ജനാധിപത്യ ബോധത്തിൻ്റെയും സാഹോദര്യ ബോധത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഗുരു നിലനിന്നത്. ആ ഗുരുവിൻ്റെ ആദർശങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ വെല്ലുവിളിക്കപ്പെടുന്നത്. മാത്രമല്ല, ഗുരു സ്ഥാപിച്ച ആലുവ ആശ്രമം എന്ന് പറയുന്നത് എല്ലാ മതക്കാരെയും എല്ലാ ജാതി മതക്കാർക്ക് പ്രവേശനമുള്ള ഒരു ആശ്രമമായിട്ടാണ് അത് സ്ഥാപിക്കപ്പെടുന്നത്. അത് തന്നെയാണ് ശിവഗിരിയിലും അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. ശിവഗിരി സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അതാണ്. അങ്ങനെ ഗുരുവിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നും, ഗുരു സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരം സാമുദായികവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിൻ്റെ ജീർണതയുടെ ആഴം എത്രമാത്രം ഭീകരമായിരിക്കുന്നു എന്ന് ഉള്ള ഒരു അറിയിപ്പാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളായി ജീവിക്കാൻ ഗുരുവിനെ പോലെയുള്ള ആളുകൾ കാണിച്ച പന്ഥാവിലൂടെ മുന്നോട്ട് പോവുകയും ജനാധിപത്യ കേരളത്തെയും മതനിരപേക്ഷ കേരളത്തെയും ശക്തിപ്പെടുത്തി നിർത്തുന്നതിന് വേണ്ടി നവോത്ഥാന നായകന്മാരുടെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് വാസ്തവത്തിൽ കേരളീയ സമൂഹം യത്നിക്കേണ്ടത്.